സർക്കാർ ജീവനക്കാരെ വരേണ്യവർഗമായി ചിത്രീകരിച്ച് പൊതുജനങ്ങൾക്ക് മുന്നിൽ സർക്കാർ തെറ്റിദ്ധാരണയുണ്ടാക്കുന്നുവെന്ന് പ്രതിപക്ഷം. ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളൊന്നും സംസ്ഥാന സർക്കാർ നൽകുന്നില്ല. മുഖ്യമന്ത്രിയെക്കുറിച്ച് എഴുതിയ വാഴ്ത്തുപാട്ടും പ്രതിപക്ഷം നിയമസഭയിൽ സർക്കാരിനെതിരെ ഉപയോഗിച്ചു. ശമ്പള കുടിശ്ശിക അടക്കം ഒരാനുകൂല്യവും ജീവനക്കാർക്ക് സർക്കാർ നൽകുന്നില്ല എന്നായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പ്രതിപക്ഷം ആരോപിച്ചത്. മെഡിസെപ് കൊണ്ട് ജീവനക്കാർക്ക് അപമാനം മാത്രമാണുള്ളത്. സർക്കാരിനെതിരായ സമരത്തിൽ പങ്കാളിയായ ജോയിന്റ് കൌൺസിലിനെ പ്രതിപക്ഷാംഗങ്ങൾ അഭിനന്ദിച്ചു. മുഖ്യമന്ത്രിയെക്കുറിച്ച് എഴുതിയ വാഴ്ത്തുപാട്ടുപാടി വിഷ്ണുനാഥിന്റെ പരിഹാസം. ഈ ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതായിട്ട് അവരെന്ത് ചെയ്യും സാർ? ഈ ഇല്ലാതായ ദുഃഖമെല്ലാം കടിച്ചമർത്തിക്കൊണ്ടാണ് സാർ അവര് സെക്രട്ടേറിയറ്റിൽ നിന്ന് ചെങ്കൊടിക്കു കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെ. സാർ വയലാർ എഴുതുമോ സാർ ഇതുപോലെ? സാറ് ഈ പാട്ടും പാടിയ സ്റ്റേജിന്റെ പുറയിലോട്ട് പോയി അവര് കൂട്ടക്കരച്ചിലായിരുന്നു സാർ. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നാണ് സർക്കാർ നിലപാടെന്നും ജീവനക്കാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നുണ്ടെന്നും ധനമന്ത്രി. സാർ, ഈ സർക്കാർ ഒരിക്കലും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ പോകുന്ന സർക്കാരല്ല. കോവിഡ് സമയത്ത് ഒരൊറ്റ സംസ്ഥാനത്തെ ശമ്പളവും പെൻഷനും പരിഷ്കരിച്ചുള്ളൂ സാർ. കേന്ദ്ര ഗവൺമെന്റ് തന്നെ 3 DA കൊടുക്കാതെ ഫ്രീസ് ചെയ്ത് കൊടുക്കാതിരുന്നപ്പോൾ സംസ്ഥാനത്ത് കൊടുത്തു എന്ന് മാത്രമല്ല ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി. വാഴ്ത്തുപാട്ടിൽ മുഖ്യമന്ത്രി വീണുപോകരുതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ്. ജോയിന്റ് കൌൺസിലിൽ സമരം നടത്തുന്നതുകൊണ്ട് CPI അംഗങ്ങളെയും പ്രതിപക്ഷ നേതാവ് വാക്കൌട്ടിന് ക്ഷണിച്ചു. സർക്കാർ ജീവനക്കാരോടും പെൻഷൻകാരോടും അവരുടെ കുടുംബങ്ങളോടുമുള്ള പൂർണ്ണമായ അവഗണനയിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വാക്കൌട്ട് ചെയ്യുന്നു. ഞാൻ ജോയിന്റ് കൗൺസിൽ കൂടി ഇന്ന് സമരം ചെയ്യുന്നതുകൊണ്ട് വാക്കൌട്ടിൽ പങ്കെടുക്കാൻ CPI അംഗങ്ങളെ കൂടി ഞാൻ ക്ഷണിക്കുന്നു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. മീഡിയ 1 തിരുവനന്തപുരം.